ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ. ഐഷ പോറ്റിയുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് UDF. കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ഒത്തുചേരുന്ന ഫയർഫോഴ്സ് ജംഗ്ഷനിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ ഐഷ പോറ്റിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച UDF പ്രവർത്തകർ. ഈ രണ്ട് വാർഡുകളുടെയും തുടക്കം രണ്ട് നിയോജകമണ്ഡലം തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം അതുകൊണ്ട് സംഗമ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഈ പ്രചരണ ബോർഡ് സ്ഥാപിച്ചത് അത് തന്നെ. കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ഒത്തുചേരുന്ന പഴയ ഫയർഫോഴ്സ് ജംഗ്ഷനിലാണ് 35 അടി നീളവും 10 അടി വീതിയുമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കുണ്ടറയുടെ പരിധി തീരുന്ന ഭാഗത്ത് മഞ്ഞയും ബ്രൗണും കലർന്ന പശ്ചാത്തലത്തിൽ PC വിഷ്ണുനാഥിന്റെ ഫോട്ടോയും, കൊട്ടാരക്കര മണ്ഡലം ആരംഭിക്കുന്ന ഭാഗത്ത് വെള്ളയും നീലയും കലർന്ന പശ്ചാത്തലത്തിലുമാണ് ഐഷ പോറ്റിയുടെ ഫോട്ടോ പതിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇന്ന് ആസന്നമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപനങ്ങൾക്ക് വരും മുന്നേ ഞങ്ങൾ എഴുകോൺ നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളൊരു കൂറ്റൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. 35 സൈസ്. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 വാർഡുകളുടെയും സംഗമസ്ഥാനമാണ്. 2 മണ്ഡലങ്ങളുടെയും, അതായത് കൊട്ടാരക്കര നിയോജകമണ്ഡലം ഐഷ പോറ്റിയുടെയും കുണ്ടറ നിയോജകമണ്ഡലത്തിന്റെ സാരഥിയായിട്ടുള്ള PC വിഷ്ണുനാഥിന്റെയും 2 വാർഡ് നിയോജകമണ്ഡല സംഗമസ്ഥാനമാണ്. ഇതിനപ്പുറത്തോട്ട് ഈ പ്രദേശങ്ങളിൽ കുണ്ടറ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതും ഇങ്ങോട്ട് മാറി അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഐഷ പോറ്റിയുടെ. അപ്പം അതിന് മുന്നോടിയായി പ്രചരണങ്ങൾക്ക് ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിൽ തന്നെയും ഞങ്ങളെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെയും കുണ്ടറ നിയോജകമണ്ഡല കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഞങ്ങൾ പ്രചരണത്തിന് ആരംഭം കുറിക്കുന്ന ഈ ഒരു പ്രസ്തുത വേളയിൽ അതിന്റെ ഭാഗവത്താവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.